ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മുടെ ജീവിത വഴികളിൽ വിജയം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. ജീവിതത്തിൽ വിജയവും പ്രവർത്തന മണ്ഡലങ്ങളിൽ പുരോഗതിയും കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അല്ല ഒരുപക്ഷെ അങ്ങനെയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിങ്ങൾ തോൽവിയാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചുകൊണ്ട് പരാജയത്തിലാണ് ഞാൻ കഴിയുന്നതെന്ന വിചാരത്തോടെ നിരാശയിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ, തുടർന്നുള്ള സന്ദേശം നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒരു പ്രചോദനമാകും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടെയുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി എബ്രായ ലേഖനം 11 അധ്യായം 1 വാക്യം വായിക്കട്ടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള പറച്ചിലുകളിൽ ഒന്നാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്നത്. വാസ്തവത്തിൽ യേശു കർത്താവും ഇത് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയാൻ കാരണം? അവർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മറുപടിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും വന്നത്. എന്നാൽ അവർ വന്നത് കൃത്യമായ ഇടത്താണെന്നും കൃത്യമായ ആളോടാണ് സംസാരിക്കുന്നതെന്നും ബോധ്യപ്പെടുത്തുവാൻ അവരോടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, നിങ്ങൾ വിശ്വസിച്ചതിനാൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടാകും എന്ന് കർത്താവ് അവരോട് മറുപടി നൽകിയത്. അല്ലെങ്കിൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ പല മേഖലകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് നമ്മൾ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്, നമ്മൾ നമ്മളിൽ തന്നെ സ്വയം വിശ്വാസമുള്ളവരായിരിക്കണം. മൂന്നാമത്, മറ്റുള്ളവരെ നമ്മൾ വിശ്വസിക്കുവാൻ ബാധ്യസ്ഥരായ ചില കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ അവരെ വിശ്വസിക്കുവാൻ കടപ്പെട്ടവരാണെന്ന ബോധ്യത്തോടെ അവരെ വിശ്വസിക്കാൻ തുടങ്ങണം. നമ്മുടെ ചുറ്റുപാടുകളിലെ അറിവും സ്വന്തം അനുഭവവും പരിചയത്തിലുള്ള പലരുടെയും അനുഭവവും അറിഞ്ഞതിൽ നിന്നും മനസ്സിലാക്കിയതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച ഏതൊരാളും അവർ ഏത് വിഷയത്തിലാണ് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചത് ആ വിഷയത്തിന്മേൽ അവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നത്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള ഗമനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. ഇത് അനേകരുടെയും സാക്ഷ്യമാണ്. ജീവിത വിജയം കൈവരിച്ചിട്ടുള്ള ഏതൊരാളോട് ചോദിച്ചാലും നിശ്ചയമായിട്ടും അവർക്ക് സാക്ഷ്യമായി പറയാൻ കഴിയുന്നത്, ദൈവത്തിലുള്ള ഞങ്ങളുടെ ആഴമായ വിശ്വാസമാണ് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നതും ഇത്രത്തോളം ജയകരമായി കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തമാക്കിയതും. ചെറിയ കഥ പോലെ തോന്നുന്ന ഒരു സംഭവം ഞാനിങ്ങനെ വായിപ്പാനിടയായി. നാട്ടിലൊക്കെ സ്വന്തമായി കാറോ മറ്റു വാഹനങ്ങളോ ഉള്ളതുപോലെ അമേരിക്ക പോലുള്ള സമ്പന്ന രാജ്യങ്ങളിൽ സ്വന്തമായി ചെറു വിമാനങ്ങൾ ഉള്ളവർ ധാരാളമാണ്. അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒന്നിൽ ഒരിക്കലൊരു ഭാര്യയും ഭർത്താവും കൂടി അവരുടെ സ്വന്തമായ വിമാനത്തിൽ ദൂരെയുള്ള ഒരു പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു. ഈ യാത്രാമധ്യേ പെട്ടെന്ന് ഈ ഭർത്താവിന് ഹൃദ്രോഗമുണ്ടായി. ഭാര്യയ്ക്കാണെങ്കിൽ നല്ലോണം വിമാനം നിയന്ത്രിക്കുന്നത് പരിചയവുമില്ല. ഇടയ്ക്കൊക്കെയുള്ള ഭർത്താവുമൊത്തുള്ള യാത്ര കൊണ്ട് അല്പമായ പരിചയം അവർക്കില്ലെന്നല്ല, എന്നാൽ സ്വന്തമായിട്ട് വിമാനം ഇതുവരെ നിയന്ത്രിച്ചിട്ടില്ല, പറത്തിയിട്ടില്ല. തീരെ അവശനായ ഭർത്താവിൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നിട്ട് ഒടുവിൽ അവർ ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം വെച്ച് ശക്തമായ പ്രാർത്ഥനയോടുകൂടി വിമാനത്തിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തു. വലിയ അപകടം സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ നിന്നും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ശക്തമായ പ്രാർത്ഥനയും അവർക്കുണ്ടായിരുന്ന പരിചയവും മുഖാന്തരം അവർക്ക് അടുത്ത വിമാനത്താവളത്തിൽ സുഖമായി ലാൻഡ് ചെയ്യുവാനുള്ള അവസരമുണ്ടായി. വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല എന്നല്ലേ. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മറ്റൊരാൾക്ക് അത്ഭുതമുണ്ടായെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അതുണ്ടാവില്ലെന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും ഒരത്ഭുതമുണ്ടാകും. സാധ്യതയല്ല, നിശ്ചയമായിട്ടും ഉണ്ടാകും. ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ആഴമായ വിശ്വാസം അനുദിനം വളർത്തിയെടുക്കാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.